ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ മോശം പ്രകടനമാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. ഒരുപാട് തോൽവികൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. അതിൻ്റെ പ്രധാന കാരണം പ്രതിരോധം ദുർബലമാണ് എന്നതാണ്. നിലവിൽ സെൻട്രൽ ബാക്ക് സ്ഥാനത്ത് വിദേശ സാന്നിധ്യങ്ങളായിക്കൊണ്ട് മിലോസ് ഡ്രിൻസിച്ചും അതുപോലെ തന്നെ അലക്സാണ്ട്രെ കോയഫുമാണ് ഉള്ളത്. എന്നാൽ ഈ രണ്ട് താരങ്ങളും പ്രതീക്ഷിച്ച ഒരു നിലവാരത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. നേരത്തെ മാർക്കോ ലെസ്കോവിച്ച് ആ സ്ഥാനത്തുണ്ടായപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമായിരുന്നു അദ്ദേഹത്തിൽ. എന്നാൽ അത്തരത്തിലുള്ള ഒരു വിശ്വാസം നൽകാൻ ഡ്രിൻസിച്ചിനോ അതല്ലെങ്കിൽ കോയഫിനോ സാധിക്കുന്നില്ല. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിൻകിസിനെ വിമർശിച്ചുകൊണ്ട് ഒരു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ ആരാധകൻ രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് സ്കിൻകിസിന്റെ ഡിഫൻസീവ് സൈനിങ്ങുകൾ അത് വളരെ മോശമാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ലെസ്കോവിച്ചിനെ മാറ്റി നിർത്തിയാൽ ബാക്കി വരുന്ന പല വിദേശ സെന്റർ ബാക്കുമാരും പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ ആരാധകൻ ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കലോറിസ് സ്കിൻകിസിന്റെ ഡിഫൻസീവ് സൈനിങ്ങുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. കോസ്റ്റ, കോനെ, ലെസ്കോവിച്ച്, സിപ്പോവിച്ച്, മോങ്കില്, മിലോസ്, കോയഫ് എന്നീ വിദേശ താരങ്ങളെയാണ് സ്കിൻകിസ് സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ ഇതിലെ വിജയകരമായ ഏക സൈനിങ് ലെസ്കോവിച്ച് മാത്രമാണ്. ബാക്കിയുള്ള താരങ്ങൾ എല്ലാവരും ഒന്നുകിൽ ശരാശരിയാവുകയോ അല്ലെങ്കിൽ ഫ്ലോപ്പ് ആവുകയോ ആണ് ചെയ്തിട്ടുള്ളത്. ആക്രമണമാണ് മത്സരങ്ങളെ വിജയിപ്പിക്കുക, പക്ഷേ കിരീടം നേടണമെങ്കിൽ നിങ്ങൾക്ക് ഡിഫൻസ് കൂടി വേണം. ഇതാണ് ആ ഒരു ആരാധകൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു കൃത്യമായ നിരീക്ഷണമാണ് എന്ന് പറയേണ്ടി വരും. കാരണം സ്കിൻകിസ് കൊണ്ടുവന്ന പല സെന്റർ ബാക്കുമാരും വളരെ എളുപ്പത്തിൽ ക്ലബ്ബ് വിടുകയാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ലെസ്കോവിച്ച് മാത്രമാണ് ഇതിൽ നിന്നും വിഭിന്നമായി നിൽക്കുന്നത്. 3 സീസണുകൾ ചിലവഴിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കോയഫിനെയും ഡ്രിൻസിച്ചിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് അധികം വൈകാതെ തന്നെ ഒഴിവാക്കും എന്നുള്ള റൂമറുകളും ഇപ്പോൾ വളരെയധികം സജീവമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.